എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഓഫീസിൽ എൻ്റെ ഫ്രണ്ട്സ് പുറത്തു പോയിരുന്ന സമയത്ത് അവർ കുറച്ച് പൈനാപ്പിൾ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിന് തൊട്ടടുത്തൊരു ചെറിയൊരു കടയിൽ നിന്നാണ് അത് വാങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിട്ട് വരണ വഴിക്ക് ഞാൻ ആ ഒരു പൈനാപ്പിൾ ഞാൻ പോയി വാങ്ങിയായിരുന്നു. വാങ്ങി വീട്ടിൽ വന്നിട്ട് അത് ഉടനെ തന്നെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉപ്പും മുളക് കൂട്ടി കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൈനാപ്പിൾ മോരുകറി ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ദേ ഇവിടെ നിന്നാണ് ഞാൻ പൈനാപ്പിൾ വാങ്ങിയത്. ഞാൻ ഒരു പൈനാപ്പിൾ വാങ്ങി വീട്ടിൽ വന്നതിന് ശേഷം അത് വൃത്തിയാക്കിയതിന് ശേഷം അത് നന്നായിട്ട് കട്ട് ചെയ്തു. അതിനകത്തേക്ക് കുറച്ച് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഉപ്പും മുളകും കൂടിയും കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ അതിൻ്റെ പൈനാപ്പിളിൻ്റെ പകുതി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ട് ചെയ്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു പാനിനകത്ത് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ പൈനാപ്പിൾ കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണമല്ലോ മോരുകറിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. 2 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഇതേ പൈനാപ്പിൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ കുക്കറിലിട്ടിട്ട് വേണമെങ്കിലും വേവിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 2-3 വിസിൽ മതിയാവും പൈനാപ്പിൾ കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ഇപ്പോൾ ഇവിടെ അരപ്പ് റെഡിയാണ്. അപ്പോൾ അരപ്പ് ഞാൻ ആ കുക്കായി വന്ന പൈനാപ്പിളിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പം ഞാൻ ദേ ഇവിടെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മോര് വേണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മോര് ഒഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല കട്ട തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. എന്നിട്ട് ദേ തൈര് ഇവിടെ അപ്പോൾ റെഡിയാണ്. നമ്മുടെ മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ നല്ല കുറുകിയ മോര് കറി ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഞാൻ മോര് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. നമ്മൾ ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ഉലുവ ഇട്ട് കൊടുത്തു, 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തു, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ നമ്മുടെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുത്തു. ഉള്ളിയിലെങ്കിൽ സവാള ആയാലും മതി. സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ആ കറിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ടുള്ള പൈനാപ്പിൾ മോര് കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, നല്ല കുറുകിയ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മോര് കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ പൈനാപ്പിളിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ മധുരവും നമ്മുടെ തൈരിൻ്റെ ആ ഒരു പുളിയും എല്ലാം കൂടിയും വരുമ്പോഴേക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ദേ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ പെട്ടെന്ന് തന്നെ എടുത്ത് വറുത്തു. അപ്പോൾ ദേ ഇവിടെ മോര് കറി ഇവിടെ റെഡിയാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ദേ നല്ല ചൂട് ചോറിനകത്തേക്ക് നമ്മുടെ മോര് കറി ഒഴിച്ചു കൊടുത്തു, ചിക്കൻ വറുത്ത് കൊടുത്തു. അടിപൊളിയല്ലേ? ഞങ്ങളെല്ലാവരും ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ പൈനാപ്പിൾ ഇങ്ങനെ വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് പൈനാപ്പിൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അങ്ങനെ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.